കൊഞ്ച് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് ചമ്മന്തി വളരെ വളരെ ടേസ്റ്റിയാണ്. നമ്മളിതുപോലെ ചമ്മന്തിയായിട്ട് ഇങ്ങനെ എടുക്കാം. വറുത്ത അരച്ച് അതായത് ചമ്മന്തി പൊടിയായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. എന്തിനും ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉണക്കക്കൊഞ്ച് നമുക്ക് ആദ്യം ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ എണ്ണയില്ലാതെ ഒന്ന് വറുത്തെടുക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഈ സൈഡെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് ചിരട്ട എടുക്കുക. ചിരട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ കൊമ്പ് പിന്നെ വാലൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ നമ്മളതൊരു ചെറിയ മുറത്തിലോ വല്ലതും ഇട്ടൊന്ന് പാറ്റിയെടുത്താൽ മതി. അല്ലെങ്കിൽ നോക്കി പറക്കിയെടുത്താലും മതി, മുറമൊന്നുമില്ലെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. കൊഞ്ചെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഞാനിതുപോലെ ഒന്ന് കഴുകിയെടുക്കും കേട്ടോ. കഴുകിയിട്ട് അതേപോലെ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ കഴുകിയിട്ട് ഞാനൊന്ന് ഉണക്കും. നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള ഐറ്റംസ് എടുക്കാം. ഇതുപോലെ മുളക് ഞാനിതേപോലെ ഒരു കമ്പിയിൽ കോർത്തിട്ട് എല്ലാം ഞാൻ കഴുകി എടുക്കും കേട്ടോ. ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിങ്ങനെ കമ്പിയിൽ കോർത്തെടുക്കാം. മതിയാവും, ഇത്രയും മതി. വെയിലത്ത് വെച്ചത് ഞാൻ കഴുകി ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കൊഞ്ച് കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ പൊടിഞ്ഞു വരത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി ചമ്മന്തി അരയ്ക്കാനുള്ള ഐറ്റംസ് കാണിച്ചു തരാം. തേങ്ങ, പിന്നെ പുളി, ഉപ്പ്, ചുട്ടമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി. ഇനി വേണമെങ്കിൽ 2 കുരുമുളക് കൂടെ വയ്ക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടം. കൊഞ്ചൊക്കെ അല്ലേ, അതുകൊണ്ട് ഇത്രയും ഐറ്റംസ്. അപ്പം നമുക്കിനി ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മുളക്, പുളി, ഉപ്പ് ഇത്രയും കൂടെയാണ് അരച്ചെടുക്കുന്നത്. ഉള്ളിയും കൂട്ടി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര ഐറ്റംസ്. പിന്നെയാണ് നമ്മൾ തേങ്ങ ഇട്ട് അരയ്ക്കുന്നത്. തേങ്ങ ഒരുപാട് അരിഞ്ഞു പോരുതല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അരയ്ക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ ഉണക്ക കൊഞ്ച് കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ ആവശ്യത്തിനിടാം കേട്ടോ, ഒത്തിരി വേണമെന്നില്ല, പകുതി ആയാലും മതി, നമ്മുടെ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോയാൽ ചമ്മന്തി കൊള്ളത്തില്ല. ഞാൻ ആ കൊഞ്ച് മുഴുവൻ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഒന്ന് കറക്കിയെടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ കറിവേപ്പില ഇട്ടാൽ നല്ലതാണ്. പിറ്റേ ദിവസം കൂടിയൊക്കെ വയ്ക്കാനാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ആകും. അതുകൊണ്ട് ഞാൻ കറിവേപ്പില യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ തേങ്ങയും ചേർത്ത് അരച്ച് ചമ്മന്തി ഇങ്ങനെ ഉരുട്ടിയെടുക്കണമെന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. ഞാനിവിടെ കൊഞ്ച് ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കാനൊക്കെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അരച്ച് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.